ആവേശത്തിന്റെ കൊടുമുടിയിൽ ഒരു ഇതിഹാസ പോരാട്ടം. ആവേശത്തിന്റെയും ആകാംക്ഷയുടെയും കൊടുമുടിയിലേക്ക് ക്രിക്കറ്റ് ലോകത്തെ പിടിച്ചുലച്ച ദിനം. ഒടുവിൽ വിധി നിർണ്ണയിക്കപ്പെടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. 5ാം ടെസ്റ്റിന്റെ അവസാന ദിനത്തിലേക്ക് കടക്കുമ്പോൾ ജയിക്കാൻ 35 റൺസ് മാത്രം മതി ഇംഗ്ലണ്ടിന്. ഇന്ത്യക്കാകട്ടെ 4 വിക്കറ്റ്. ആരാണ് ഓവലിന്റെ മണ്ണിൽ ചരിത്രം കുറിക്കാൻ പോകുന്നത്? ക്രിക്കറ്റ് ദൈവങ്ങൾ പോലും ഒരു നിമിഷം കാത്തുനിന്ന ആ പോരാട്ടത്തിന്റെ കഥയാണിത്. അവസാന ദിനം സ്റ്റംപ് എടുക്കുമ്പോൾ സ്കോർ ബോർഡ് ഇംഗ്ലണ്ടിന് അനുകൂലമാണെന്ന് തോന്നാം. 6 വിക്കറ്റ് നഷ്ടത്തിൽ 339 റൺസ്. വിജയലക്ഷ്യമായ 374ലേക്ക് ഇനി 35 റൺസ് ദൂരം മാത്രം. ക്രീസിലുള്ള ജാമി ഓവർട്ടോണും ജാമി സ്മിത്തും സമ്മർദ്ദത്തിന്റെ കൊടുമുടിയിലാണ്. പക്ഷേ ഈ ഒരു ചിത്രം മാത്രം കണ്ടുകൊണ്ട് നമുക്ക് ഈ മത്സരത്തെ വിലയിരുത്താൻ സാധിക്കില്ല. കാരണം ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇന്ത്യൻ പേസർമാരുടെ മനോഹരമായ തിരിച്ചുവരവാണ്. ചായയ്ക്ക് പിരിയുമ്പോൾ കാര്യങ്ങൾ ഇംഗ്ലണ്ടിനൊപ്പമായിരുന്നു. 4 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 317 റൺസ് എന്ന നിലയിൽ. അപ്പോൾ ഇംഗ്ലണ്ടിനെ ജയിക്കാൻ വേണ്ടിയിരുന്നത് 57 റൺസ് മാത്രം. ഇന്ത്യയുടെ ആത്മവിശ്വാസം ചോർന്നുപോയ ഒരു നിമിഷം. എന്നാൽ പിന്നീട് കണ്ടത് തീർത്തും അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവാണ്. ഇന്ത്യൻ പേസർമാരുടെ തീപ്പൊരി പ്രകടനത്തിൽ ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നിര തകർന്നടിയുകയായിരുന്നു. ബെൻ ഡക്കറ്റായിരുന്നു ആദ്യം മടങ്ങിയത്. 54 റൺസ് എടുത്ത് ഡക്കറ്റിനെ പ്രസിദ്ധ് കൃഷ്ണയുടെ പന്തിൽ KL രാഹുൽ കൈപ്പിടിയിൽ ഒതുക്കിയപ്പോൾ ഇന്ത്യ പ്രതീക്ഷയുടെ ഒരു കൈത്തിരി വെളിച്ചം കണ്ടു. പിന്നാലെ ക്യാപ്റ്റൻ ഒലി പോപ്പിനെ മുഹമ്മദ് സിറാജ് വിക്കറ്റിന് മുന്നിൽ കുടുക്കി. 27 റൺസ് എടുത്ത പോപ്പ് പുറത്തായതോടെ ഇന്ത്യ വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചെത്തി. അതുവരെ ഏകപക്ഷീയമായെന്ന് തോന്നിപ്പിച്ച മത്സരം ഒരു പോരാട്ടത്തിന്റെ വേദിയായി മാറുകയായിരുന്നു. ഇംഗ്ലീഷ് ബാറ്റിംഗിന്റെ നട്ടലായിരുന്ന ഹാരി ബ്രൂക്കും ജോ റൂട്ടും ചേർന്നുള്ള കൂട്ടുകെട്ട് തകർക്കാൻ ഇന്ത്യക്ക് ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വന്നു. 195 റൺസാണ് ഈ കൂട്ടുകെട്ട് പടുത്തുയർത്തിയത്. ഈ കൂറ്റൻ കൂട്ടുകെട്ടാണ് ഇംഗ്ലണ്ടിന് വിജയപ്രതീക്ഷ നൽകിയത്. ബ്രൂക്കിനെ ആകാശത്തിൽ മടക്കിയെങ്കിലും അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. 98 പന്തിൽ 111 റൺസ് എടുത്ത ബ്രൂക്കിന്റെ ഇന്നിംഗ്സ് കണ്ടപ്പോൾ ഇംഗ്ലണ്ട് വിജയം ഉറപ്പിച്ചതായിരുന്നു. എങ്കിലും ബ്രൂക്കിന്റെ വിക്കറ്റ് എടുക്കാനുള്ള ഒരു അവസരം മുഹമ്മദ് സിറാജ് നഷ്ടപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് ബ്രൂക്ക് പോയതോടെ ഇംഗ്ലണ്ട് ചെറുതായി ഒന്ന് വിറച്ചു. പക്ഷെ അപ്പോഴും റൂട്ട് ഒരു വശത്ത് ഉറച്ചു നിന്നു. ഒപ്പം ചേർന്ന ജേക്കബ് ബദൽ 5 റൺസ് നേടി പുറത്തായപ്പോൾ 31 പന്തുകളാണ് അദ്ദേഹം കളിച്ചത്. ഈ ഇന്നിംഗ്സ് ഒരുപാട് നിർണായകമായി. ഇതിനിടെ റൂട്ട് തന്റെ സെഞ്ചുറി പൂർത്തിയാക്കി. 105 റൺസ് എടുത്ത റൂട്ടിനെ പ്രസിദ്ധ് കൃഷ്ണയുടെ പന്തിൽ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറൽ കൈപ്പിടിയിൽ ഒതുക്കിയപ്പോൾ ഇന്ത്യ ശ്വാസം ആഞ്ഞുവിട്ടു. ഒടുവിൽ സ്മിത്തും ഓവർട്ടോണും ക്രീസിലെത്തിയപ്പോൾ ഇംഗ്ലണ്ട് പ്രതിരോധത്തിലായി. അവസാന ദിനം ഇംഗ്ലീഷ് മണ്ണിൽ ഒരു ഇതിഹാസ വിജയം നേടാനായി ആഞ്ഞുപിടിക്കുന്ന ഇന്ത്യയെയും നഷ്ടപ്പെട്ട ആധിപത്യം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന ഇംഗ്ലണ്ടിനെയും നമുക്ക് കാണാം. ആരാണ് ആ ചരിത്രം കുറിക്കുന്ന ടീം? അറിയാനായി നമുക്ക് മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി.